പാലക്കാട് ജില്ലാശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ വിദഗ്ധ അന്വേഷണം ഇഴയുന്നു. കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രേഖകൾ കിട്ടാൻ വൈകുന്നതാണ് അന്വേഷണം മന്ദഗതിയിലാവാൻ കാരണമെന്നാണ് പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നസീറുദ്ദീൻ, കൊല്ലം മെഡിക്കൽ കോളേജ് ഡോക്ടർ മനോജ് കുമാർ എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് നിയോഗിച്ചത്. നവംബർ 6-നായിരുന്നു നിയമനം. ഇത് കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ല. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ നിർദ്ദേശം. സെപ്റ്റംബറിലാണ് കൈ മുറിച്ചു മാറ്റിയത്. സംഭവത്തിന് 1.5 മാസത്തിന് ശേഷമാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ താൽക്കാലിക റിപ്പോർട്ടിനെ തുടർന്ന് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർക്ക് വീഴ്ച പറ്റിയിരുന്നില്ലെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയുടെ നിലപാട്. കുട്ടി കളിക്കുമ്പോൾ വീണു പരിക്കേറ്റ് ജില്ലാ ആശുപത്രിയിലെത്തിയെങ്കിലും ഡോക്ടർമാർ മതിയായ മുൻകരുതൽ എടുത്തില്ലെന്നാണ് പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.